അവസാനം പത്തി മടക്കിയിരിക്കുകയാണ് പി വി അൻവർ. ഇന്നലെ എൽ ഡി എഫ് പി വി അൻവറിനോട് അപേക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ളത്. അത് ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആകെ തന്നെ പ്രശ്നത്തിലാക്കുന്നതാണെന്നും അത് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും അത് പ്രതിപക്ഷം പോലുള്ള മറ്റ് വലതുപക്ഷ കക്ഷികൾക്ക് ഒരു ചട്ടുകമായി അൻവർ മാറുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള വിമർശനം അൻവറിനെതിരെ ഉന്നയിക്കുകയും അൻവറിനോട് മാറാൻ വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അറിയില്ല, അൻവർ ഇന്നിതാ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നു. താൻ പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് നമ്മുടെ മണിച്ചിത്രത്താഴ് മോഹൻലാൽ പറയുന്ന പോലെ ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചാണല്ലോ, പല വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ താൻ സഞ്ചരിക്കേണ്ടി വരും എന്ന രീതിയിലൊക്കെയാണ് പി വി അൻവർ പറഞ്ഞിട്ടുള്ളത്. പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിമർശനം കൃത്യമായി ഉന്നയിക്കുകയും കാര്യങ്ങൾ കൃത്യമായി ഗവൺമെൻറ്റിനെതിരെ പറയുകയും മറ്റുള്ള മാധ്യമങ്ങൾക്കും അതുപോലെ വലതുപക്ഷ പാർട്ടികൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ഗവൺമെൻറ്റിനെതിരെ പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം പിന്മാറുന്നത്. എന്നിരുന്നാലും ഒരാൾ നമ്മളെ നന്നായി തെറി വിളിച്ചു എന്നിരിക്കാം, കേട്ടവനൊന്നും അത് മറക്കില്ല. പക്ഷെ പറഞ്ഞവൻ പറയാണ് ഞാൻ പറഞ്ഞത് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരാളെ നല്ല അടിയടിച്ചതിന് ശേഷം അത് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊണ്ടവനെ കൊണ്ടു, കൃത്യമായി പിണറായി വിജയനെ കൊണ്ടിരിക്കുന്നു. പിണറായി വിജയനെ ശക്തമായിട്ട് എതിർത്ത്, അതായത് പോലീസിൻ്റെ ഒരു വിഷയം പോലും പിണറായി വിജയനോട് പറയാൻ പറ്റില്ല. പോലീസിൻ്റെ ഇടയിലുള്ള പുഴുക്കുത്തുകളെക്കുറിച്ച് നേരിട്ട് മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു എം എൽ എക്ക് പോലും സാധിക്കുന്നില്ല. അത് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൽ ജയിച്ച ഒരു എം എൽ എക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ള ദയനീയമായൊരു പിക്ചറാണ് പി വി അൻവർ പിണറായി വിജയനെതിരെ നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നിൽ ആരൊക്കെയുണ്ട്, തിരിച്ചൊരു സ്വർണ്ണക്കടത്ത് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന രീതിയിലൊക്കെ ധ്വനിയുയർത്തുന്നതിൽ പിണറായി വിജയൻ ഇന്നലെ മിനിയാന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വരികൾക്കുള്ളിൽ വായിച്ചാൽ പി വി അൻവറിനെതിരെ വലിയ വിമർശനം പിണറായി വിജയൻ ഉയർത്തുകയും ചെയ്യുന്നു. അദ്ദേഹം കോൺഗ്രസ് അല്ല എന്നുള്ളത്, കോൺഗ്രസിൻ്റെ സ്വഭാവമാണ്, സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവമല്ല എന്നൊക്കെ പി വി അൻവറിനെതിരെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി വി അൻവറിൻ്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു. EMS പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്ന് പറയുന്ന പോലെ വളരെ കൃത്യമായ ഉരുളക്കുപ്പേര് പോലെ പി വി അൻവർ മറുപടി പിണറായി വിജയന് കൊടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പി വി അൻവർ നേരിട്ട് പിണറായി വിജയനെ ആക്രമിച്ചിട്ടില്ലെങ്കിലും പി വി അൻവർ ഉയർത്തിയ എല്ലാ വിഷയങ്ങളും നേരെ വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനെതിരെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയാണ്. അത് ആ സർക്കാരിനുള്ളിൽ തന്നെ ഒരു MLA പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടാവുകയും അവമതിപ്പുണ്ടാക്കുകയും ചെയ്യും. അത് പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ നീക്കം എന്ന് വേണം കരുതാൻ. അത് തനിക്കെന്തോ നേടിയെടുക്കാനുണ്ട് എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാവുന്നുണ്ട്. പി വി അൻവർ ഇപ്പോൾ വെടിനിർത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അടുത്ത വർഷം നിലമ്പൂർ മത്സരിക്കുമ്പോൾ LDF ആദ്യം തോൽപ്പിക്കാൻ പോകുന്നത് പി വി അൻവറിനായിരിക്കും. സംഘടിതമായി അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായി ഈ വിഷയങ്ങൾ അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനപ്പുറത്തേക്ക് നല്ല ബിസിനസ്മാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനുള്ള പോംവഴി കാണും. നിലമ്പൂർ അദ്ദേഹം ജയിക്കാനുള്ള പോംവഴി അദ്ദേഹം കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ വലിയ സപ്പോർട്ട് പി വി അൻവറിന് ഉണ്ടാവുകയും ചെയ്യും. അതായത് പ്രാദേശികമായി ലീഗിൻ്റെ അണികൾ അല്ലെങ്കിൽ ലീഗ് പാർട്ടിയിലെ നേതാക്കളൊക്കെ തന്നെ പി വി അൻവറിന് അനുകൂലമായി നിലപാടെടുക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി എന്ത് പറഞ്ഞാലും പി വി അൻവറിന് അനുകൂലമായിട്ടാണ് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സംസാരിച്ചിട്ടുള്ളത്, നിലമ്പൂരെ പ്രാദേശിക നേതാക്കൾ സംസാരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും എങ്ങനെ വന്നാലും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജയിക്കാൻ വലിയ പണിയുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം LDFൻ്റെ MLA ആയിരിക്കും. അതോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണോ അടുത്തവണ മത്സരിക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ UDF പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണോ, ഇനി ലീഗിൻ്റെ പിന്തുണ നേരിട്ട് നൽകിയില്ലെങ്കിലും പരോക്ഷമായി ലീഗ് പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മാറുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്ങനെയായിരിക്കും അടുത്ത തവണ പി വി അൻവർ LDFൽ തുടരുക എന്നുള്ളത്. ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ ഒരു ബാധ്യതയാണ്. അതായത് തുപ്പാനും പറ്റില്ല, ഇറക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് പി വി അൻവർ ഇപ്പോഴുള്ളത്. പിണറായി വിജയൻ്റെ ശക്തമായ വിമർശനം വന്നതോടുകൂടി തന്നെ LDF അണികൾ പി വി അൻവറിനെതിരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ പി വി അൻവറിന് എതിരായിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് കാത്തിരുന്ന് കാണേണ്ടത്.